രമണി, ഇന്നലെ വൈകുന്നേരം വെള്ളം നനച്ചില്ലേ? നനച്ചോ? എവിടെ നനച്ചു? ദേ, ഞാൻ അച്ഛനോട് പറഞ്ഞു കൊടുക്കും കേട്ടോ. ഇതൊക്കെ വാടിയിട്ടുണ്ടല്ലോ. നന്ദിനി, മുതലാളി അമ്മ മേൽനോട്ടത്തിന് ഇറങ്ങിയതാവും. അമ്മാവൻ പുതിയതായി വാങ്ങിച്ച ബസ്സിന് നിന്റെ പേരാണ് ഇടാൻ പോകുന്നെന്ന് കേട്ടല്ലോ. നന്ദിനി ട്രാൻസ്പോർട്ട് കമ്പനി. നല്ല ഉചിരം പേര്. അതിന് ഈ പറയുന്ന ആൾക്ക് ഒരു നഷ്ടമില്ലല്ലോ. ഞങ്ങളുടെ ബസ്സിന് ഞങ്ങൾക്ക് ഇഷ്ടമുള്ള പേരിടും. അതിനിപ്പോ എന്റെ പൊന്നിനും കൂടെ ദേഷ്യപ്പെടുന്ന എന്തിനാ? ദേ, അച്ചോട്ടിന് എപ്പോഴും എപ്പോഴും എന്നെ ഇങ്ങനെ കളിയാക്കിയാൽ ഞാൻ അച്ഛനോട് പറഞ്ഞു കൊടുക്കും. നിന്റെ അച്ഛൻ ആര്? കളക്ടറോ? പാടി എനിക്ക് ആവശ്യപ്പെട്ട 5 ഏക്കർ നിന്റെ അച്ഛന്റെ കയ്യിലാടി. അങ്ങനെ നിന്റെ അച്ഛൻ മാത്രം നിന്നാ പോരടി. സാമ്പാർ വെച്ചു നിന്റെ അച്ഛൻ തങ്കപ്പൻ നായർ മാത്രം ഉണ്ടാ പോരെ. പിന്നെ സാമ്പാർ കൊതിനാണെങ്കിൽ ഞങ്ങൾ നോക്കിക്കോളാം. ഞങ്ങൾ എന്തായാലും ദഹിക്കുമടി പടവലങ്ങയൊക്കെ. സമ്മതിക്കില്ല ഞാൻ. നോക്കിക്കോ, ഞാൻ അച്ഛനോട് പറഞ്ഞു കൊടുക്കും. പോയി പറഞ്ഞു കൊടുക്കും. 1 2 3 4 5 6 പടവലങ്ങ 2 വെള്ളരിക്ക. തെറ്റല്ലേ? ഇനിയും ഒരുപാട് പോണോ? ഇതാ ഈ വഴി പോണം. ഇവിടെ എവിടെ ആയിരുന്നല്ലോടെ? നിനക്ക് ഈ കണ്ടക്ടർ എങ്ങനെയാ പരിചയം? അത് ഞാൻ പണ്ട് വർഷാപ്പിൽ പോയിരുന്ന സമയത്ത് ഇയാള് പണിയെടുത്തിരുന്ന ബസ് അവിടെ റിപ്പയറിന് വരും. അന്നേ ഇയാള് ഭയങ്കര മോഷണമായിരുന്നു. മോഷണമായിരുന്നെന്ന് ഒരു 3-4 ബസ് മുതലാളിമാരെയെങ്കിലും ഈ രാഘവൻ കുത്തുവാളെടുപ്പിച്ചിട്ടുണ്ട്. ഇവിടെ ചെക്കിംഗ് ഇൻസ്പെക്ടർ മുമ്പ് നിൽക്കുമ്പോഴല്ലേ ടിക്കറ്റ് കൊടുക്കാൻ കാശ് വാങ്ങിക്കുന്നു. അതൊക്കെ ഒരു നേക്കടേ. നമ്മൾ സത്യസന്ധന്മാരെ കൊണ്ടൊന്നും പറ്റത്തില്ല. നിന്നെ കൊണ്ട് പറ്റൂടാ. എന്നാ ഞാൻ എന്നേ രക്ഷപ്പെട്ടു പോയെന്നാ. എങ്ങോട്ടാ? ഇങ്ങോട്ട് വാടേ. രാഘവേട്ടനെ കാണാൻ തന്നെ. എന്താ വിശേഷം? ഒരു കോളുണ്ട്. എന്ത് കോള്? എല്ലാം പറയാം വാ. ഇതിനൊന്ന് കെട്ടിക്കോട്ടെ ഈ സാധനത്തിന്. പിന്നെ അല്ല, ഇപ്പൊ ഏതെങ്കിലും ബസ്സിലെ കണ്ടക്ടറാണോ? മതിയുടെ, ഇനിയൊന്ന് വിശ്രമിക്കണം. ആവശ്യത്തിലേറെ സമ്പാദിച്ചു കാണും. കുഴപ്പമൊന്നുമില്ല. ഒരു 10-15 പശുക്കളുണ്ട്. 2 ഏക്കർ നെൽപ്പാടം വിലക്ക് മേടിച്ച്. പക്ഷെ 2 ലക്ഷത്തിന്റെ വീട് പ്ലാൻ ചെയ്ത് പണി തന്നുകൊണ്ടിരിക്കുമ്പോഴാ MP ട്രാൻസ്പോർട്ടുകാർ എന്നെ പിരിച്ചുവിട്ടത്. വീട് പാതി നിൽക്കുക. ഇതേതായി പുതിയ കുരിശ്? ചിരിക്കല്ലേ. ഇത് നമ്മുടെ സ്വന്തമാണ് തന്നെ. ഹലോ. അയ്യോ, അല്ല, കൊള്ളാം. എന്തിനാ പിരിച്ചുവിട്ടത്? സംശയത്തിന്റെ ബലത്തിലായിരിക്കും. അല്ലാതെ ചെക്കിംഗ് ഇൻസ്പെക്ടർമാർ എന്നെ പിരിച്ചുവിട്ടല്ലെന്നേ. ഞാൻ റൂട്ടിൽ പോകുമ്പോ മാത്രം എന്താ കളക്ഷൻ കുറയുന്നേന്നൊരു സംശയം. ചെക്കിംഗ് ഇൻസ്പെക്ടർമാർ 18 ഒന്നും 19 നോക്കി എന്നെ കൈയോടെ പിടിക്കാൻ. സാധിച്ചില്ല. എന്നാ വീട് പണി നിർത്തിയെടുത്തു വീണ്ടും തുടങ്ങാം. ഞങ്ങളുടെ റൂട്ടിൽ ഒരു ബസ് ഓടാൻ പോകും. അല്ല, എന്നെ പറ്റി അറിയാവുന്ന ആരെങ്കിലും എന്നെ കണ്ടക്ടർ ആക്കൂ. അല്ല, ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇതെന്താണെന്നറിയാമോ? മനസ്സിലായില്ല. ഇത് പുതുക്കാട് MLA റെക്കമെൻഡേഷൻ ലെറ്ററാണ്. ഈ ബസ് ഉടമ തങ്കപ്പൻ നായർക്ക് മൂർഖൻ പാമ്പിനേക്കാൾ പേടിയാണ് രാഷ്ട്രീയക്കാര്. ഈ പുതുക്കാട് MLA എന്തിനാ എന്നെ റെക്കമെൻഡ് ചെയ്യുന്നേ? കത്ത് തീരുവൊക്കെ ഞങ്ങൾ തന്നെ ഉണ്ടാക്കിയതല്ലേ? നേരാണോ? അതെയോ? രാഘവേട്ടൻ നാളെ തന്നെ മൊലാളുടെ വീട്ടിൽ വരണം. ഇന്റർവ്യൂ ഉള്ളതാ. ശരിയാവോ? അതാ ഞങ്ങളിവിടെ ഒരു കാര്യം സംസാരിച്ചോണ്ടിരിക്കുക. അതിനിടയ്ക്ക് കച്ചകച്ചൊന്നും പറയണ്ട. എന്റെ അമ്മയുടെ ഭാവ. പറ. ശരിയാവന്നേ. ചേട്ടന്റെ വീട് പണി പൂർത്തിയാക്കണ്ടേ? വേണ്ടേ? തനിക്ക് ഈ മുതലാളിയോട് വലിയ വെറുപ്പല്ലേ? അതെന്താ? അല്ലെങ്കിൽ പിന്നെ എന്തിനാ എന്നെ കണ്ടക്ടർ ആക്കുന്നത്? പിന്നെ ഞാൻ പിന്നെ നീ ഇരിക്കാതാകുമ്പോ ഞാൻ പറയാൻ കേട്ടോ. ഞങ്ങള് ഫ്രണ്ട്സാ. നീ ഇപ്പൊ പരിചയപ്പെട്ടതല്ലേ ഉള്ളൂ. അല്ല പോയി ഞാൻ പോട്ടെ. അല്ലാതെ പിന്നെ വലിയ ആൾക്കാർ ചിരിക്കുന്നിടത്തോ ഒപ്പം ചിരിക്കാൻ വന്നിരിക്കുന്നത്. ദയവ് ചെയ്ത് ആരും ബഹളം വെക്കരുത്. ഇന്റർവ്യൂ ഉടൻ ആരംഭിക്കുന്നതാണ്. പിന്നെ ആ ഡ്രൈവറുടെ ജോലിക്ക് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് പിരിഞ്ഞു പോകണം. എക്സ് മിലിറ്ററി കണാരനെ ഡ്രൈവറായി നിയമിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഒന്ന് മാറിക്കോ, ഒന്ന് പോട്ടെ. എവിടേക്കാ? ഞാൻ ബോംബെ. ദയവായി ക്യൂ പാലിക്കുക. ദയവായി ക്യൂ പാലിക്കുന്നില്ല. ദയവായി ക്യൂ പാലിക്കുന്നില്ല. എനിക്ക് ഈ കത്ത് മുതലാളിക്ക് കൊടുക്കണം. അതിനുവേണ്ടി വന്നതാ. ഞാൻ ഒന്ന് പോട്ടെ. ഇതൊരു സർക്കാർ ഓഫീസ് അല്ല. എടോ, അതിന് ഞാൻ എന്ത് വേണമെന്ന്? പിൻവാതിലൂടെ ഒരുത്തിനെയും വിടില്ല. എനിക്ക് ചെവി കിട്ടൂടെ? ഞാൻ പൊട്ടനാ. മാറിക്കോ. നിനക്കെന്നെ മനസ്സിലായില്ലല്ലേ? മുണ്ടോ നീ അങ്ങനെ പറ. ഇത് പുതുക്കാട് MLA കത്താ. MLA കത്തോ? നേരത്തെ പറയണ്ടേ? അതല്ലേ നേരത്തെ പറഞ്ഞത്. നീ ചിരിക്കണ്ട.
നീ ചിരിക്കാറാകുമ്പോ ഞാൻ പറയാൻ കേട്ടോ. അല്ലേ എന്ന്. മുതലാളി, ഒരു MLA കണ്ടക്ടർ ജോലിക്കോ? MLA കത്ത് ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? ശ്രീ KP തങ്കപ്പൻ നായർ ബസ് മുതലാളിയായ വിവരം പുതുക്കാട് MLA വരെ അറിഞ്ഞിരിക്കുന്നു. അല്ല വിളിക്ക. ഇത്രയും സത്യസന്ധനായ ഒരാളെ കണ്ടക്ടർ ജോലിക്ക് കിട്ടുകയില്ലെന്നാണ് MLA എഴുതിയിരിക്കുന്നത്. MLA പറഞ്ഞ ആളല്ലേ, സത്യസന്ധതയൊക്കെ കണക്ക് തന്നെ ആയിരിക്കും. നമസ്കാരം. രാഘവൻ. അതെ. മുൻകാല പരിചയം എന്ന് വെച്ചാൽ മുൻപ് എവിടെ ജോലി ചെയ്തിരുന്നു എന്ന് ചോദ്യം. ഞാൻ KSRTC-യിലായിരുന്നു. എന്നിട്ട് എന്നെ അവിടുന്ന് പിരിച്ചു വിട്ടു. പിരിച്ചു വിട്ടോ? അതെ. എന്തിന്? തൊഴിലിനോട് കൂറ് കാണിച്ചതിന്. എന്ന് വെച്ചാൽ വ്യക്തമായി പറഞ്ഞാലേ മുതലാളിക്ക് മനസ്സിലാവൂ. എന്ന് വെച്ചാൽ ചുരുക്കി പറയാം, ട്രാൻസ്പോർട്ട് മന്ത്രി ഒരു ദിവസം പരിശോധനയ്ക്കാണെന്നും പറഞ്ഞ് വണ്ടി കയറി. അയാളുടെ കയ്യിൽ ടിക്കറ്റോ പാസോ ഉണ്ടായിരുന്നില്ല. തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെട്ട വണ്ടി പട്ടത്തെത്തിയപ്പോ ഞാൻ മന്ത്രി ഇറക്കി വിട്ടു. പക്ഷേ ഇതേ വണ്ടി എറണാകുളത്തെത്തിയപ്പോ ഡിസ്മിസൽ ഓർഡർ തന്ന് ഡിപ്പാർട്ട്മെന്റ് എന്നെ ഇറക്കി വിട്ടു. പക്ഷേ അന്ന് എന്നെ അഭിനന്ദിക്കാൻ ഒരേ ഒരാളുണ്ടായിരുന്നുള്ളൂ, പുതുക്കാട് MLA. ആ ബന്ധമാണ് ഈ കത്ത്. കാര്യമൊക്കെ കൊള്ളാം. എന്ന് വെച്ചാൽ ഇതൊരു സ്വകാര്യ സ്ഥാപനമാണ്. നമുക്ക് വേണ്ടപ്പെട്ട ചില കക്ഷികൾ വണ്ടിയിൽ കയറിയാൽ അല്പം സ്വല്പം വിട്ടുവീഴ്ചയൊക്കെ ചെയ്യേണ്ടി വരും. അതിന് എന്നെ കിട്ടില്ല സാർ. എനിക്ക് ജോലി തരണ്ട. പക്ഷെ ഈ ഇരിക്കുന്ന സാക്ഷാൽ മുതലാളി തന്നെ ആയാലും ശരി, ടിക്കറ്റ് ഇല്ലാതെ വണ്ടി കയറിയാൽ ഞാൻ ഇറക്കി വിടും. എനിക്ക് ജോലി വേണ്ട. തൊഴിലാണ് എന്റെ ചോറാണ് എന്റെ തൊഴിൽ. ഇത് രണ്ടുമാണ് എന്നെ വഴിയാധാരം. ഈശ്വരാധീനം. എന്നെ ദുബായിക്കുള്ളൊരു വിസ ഒത്തുകിട്ടാൻ സാധ്യതയുണ്ട്. അത് നടന്നാൽ അമ്മാവൻ എന്നോടുള്ള സമീപനം മാറ്റും. അതുവരെ അയാളെ വെള്ളം കുടിപ്പിക്കുക. രാഘവേട്ട, സത്യത്തിൽ എന്റെ അമ്മയ്ക്ക് അവകാശമുള്ള 5 ഏക്കർ തെങ്ങുംപുരയിടം അയാൾ കൈവശം വെച്ചിരിക്കുന്നു. അതും അതിന്റെ പലിശയും കിട്ടാതെ എന്റെ ഈ ജീവിതം കൊണ്ട് ഒരു പ്രയോജനവുമില്ല. രാഘവേട്ടൻ ഇരിക്കും, ഒരു അത്യാവശ്യ കാര്യമുണ്ട്. എന്താ പറയാം. അപ്പൊ ഈ കാപ്പിയുടെ കാശ് ഞാൻ കൊടുക്കണം അല്ലേ? ഇല്ലേ, ഞാൻ നേരെ അങ്ങോട്ടേ ഇല്ല. നിങ്ങൾ രണ്ടാളും അവരെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തും. അവിടുത്തെ കാര്യം നീ ഏറ്റോ, എന്നാ ഇവിടുത്തെ കാര്യം ഞങ്ങൾ ഏറ്റു. ശരി. ഒരാളെ അന്വേഷിച്ചു പോയിട്ട് അയാളെയും കാണാനില്ല. ഇതിപ്പോ ആരോട് ചോദിച്ചാലേ വഴി മനസ്സിലാവുക. അതിപ്പോ തങ്കപ്പൻ നായരുടെ വീട്ടിലേക്കുള്ള വഴി അവനറിയാം, പറഞ്ഞു കൊടുക്കട്ടെ. നമസ്കാരം. ഇവിടെ നേരെ പോയി കഴിഞ്ഞാൽ വലത്തോട്ടൊരു വഴി കാണും, അതിലേ പോകരുത്. ഇടത്തോട്ട് പോകുമ്പോൾ ഒരു 2 ഫർലോങ് പോകുമ്പോൾ വീണ്ടും വലത്തോട്ടൊരു വഴി കാണും, അതിലെ 3ാമത്തെ വീടാണ് തങ്കപ്പൻ നായരുടെ വീട്. താങ്ക്സ്. ശരി. പാവം, എങ്ങനെ കഴിഞ്ഞിരുന്ന ആളാ, ഇപ്പൊ സ്വത്തെല്ലാം ജപ്തി ചെയ്യാൻ പോവാണത്രേ. ആളുടെ കാര്യമാണ് നിങ്ങൾ പറയുന്നത്. നീ എന്തിനാ വെറുതെ ജപ്തിയുടെ കാര്യമൊക്കെ ഇവരോട് പറയുന്നത്? ഇവരൊന്നും അറിഞ്ഞിട്ടില്ല സ്ഥിതിക്ക് ഇഷ്ടം പോലെ ആയിക്കോട്ടെ, അത് അവരുടെ കാര്യം. ഒന്ന് ചോദിച്ചോട്ടെ, അല്ല തങ്കപ്പൻ നായരെ പറ്റി ആണെങ്കിൽ അറിയാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. മകളെ പെണ്ണ് കാണാൻ പോവാണേ, ചെറുക്കൻ ഗൾഫിലാ. ദാരിദ്ര്യവാസികളുടെ ഇടയത്തിന് കാണേണ്ട കാര്യം ഇവനില്ല. നിങ്ങൾ പറഞ്ഞില്ലെങ്കിലും ഞങ്ങൾ അറിയും. എന്തോ നിങ്ങളുടെ മുഖത്ത് നോക്കി കള്ളം പറയാനും തോന്നില്ല. ഒരു പെൺകുട്ടിയുടെ ഭാവിയുടെ പ്രശ്നമാണേ. തങ്കപ്പൻ നായർ എന്നെ എല്ലാ സത്യവും നിങ്ങളോട് പറയും. ഒരു കാര്യം ചെയ്താൽ മതി. എന്ത് ചെയ്യണം? നിങ്ങൾ കല്യാണ പാർട്ടീസ് ആണെന്ന് പറയണ്ട. വെറുതെ സ്വത്തുവരെ അന്വേഷിക്കാൻ വന്നവരാണെന്ന് പറഞ്ഞ് സ്വയം പരിചയപ്പെടുത്തുകയാണെങ്കിൽ എല്ലാ കാര്യവും തങ്കപ്പൻ നായരെ എന്ന് തുറന്നു പറയും. ഓഹോ, പോകാം. ശരി.
അങ്ങനെ താങ്ക്സ്. ഇന്നത്തെ സ്ഥിതിക്ക് 1,00,000 രൂപയെങ്കിലും അമ്മാവൻ ഉടൻ കെട്ടേണ്ടി വരും. ഈ ഇൻകം ടാക്സുകാർ കണ്ണു വെച്ചാ പിന്നെ പോക്ക. ചതിച്ചല്ലോടാ അച്യുതാ. ഈ കരിഞ്ചന്തക്കാരെയും പൂഴ്ത്തിവെപ്പുകാരെയും ഒന്നും അവന്മാർ പിടിക്കൂല. പാവപ്പെട്ട കൃഷിക്കാരന്റെ മെക്കെട്ട് കയറിക്കോളും. പാവപ്പെട്ട കർഷകനല്ലല്ലോ അമ്മാവൻ. കള്ളപ്പണം ഒത്തിരി ഉണ്ടെന്ന് അവന്മാർ വിചാരിച്ചു വെച്ചിരിക്കുന്നു. ഞാൻ പറഞ്ഞില്ലേ അമ്മാവ, ഒറ്റ വഴിയേ ഉള്ളൂ. ഉള്ള സ്വത്ത് എല്ലാം കടത്തിലാണെന്നങ്ങ് പറഞ്ഞേക്കണം. കാല് പിടിക്കേണ്ടെന്നാ മടിക്കണ്ട. ഈ വക കാര്യത്തിൽ നിന്ന് അഭിമാനം നോക്കിയിട്ട് കാര്യമില്ല അമ്മാവ. അവർ വരുന്നു. അമ്മ ഒരു കാര്യം ചെയ്യണം, ആ മോതിരവും മാലയൊക്കെ ഒരു തന്നാട്ടെ. ഞാൻ വെച്ചോളാം, നീ പൊക്കോ. അവന്മാര് പുറത്തു പോകുന്നവരെ അമ്മ ഒരു കാര്യം ചെയ്യണം. അമ്മായി നന്ദിനി പുറത്തു വരാൻ നോക്കണം. നമസ്കാരം. നമസ്കാരം. വരൂ. വരണം സാർ, വരണം സാർ. അങ്ങോട്ടിരി. നമസ്കാരം. അങ്ങോട്ടിരിക്കാൻ. മിസ്റ്റർ തങ്കപ്പൻ നായരല്ലേ? അതെ. എന്താണാവോ വിശേഷിച്ച്? വിശേഷിച്ചൊന്നുമില്ല, പോകുന്ന വഴിക്കൊന്ന് കയറിന്ന് മാത്രം. ഇപ്പോഴത്തെ കാലത്ത് ഇതുപോലൊരു കെട്ടിടം പണിയാൻ ഒരു 3-4 ലക്ഷം രൂപയെങ്കിലും വേണ്ടി വരും, ഇല്ലേ? മുത്തശ്ശന്റെ കാലത്ത് പണിതാ. ഇതാ ഇപ്പൊ ഒരു ശാപമായത്. ഇതൊന്ന് വൃത്തിയായിട്ട് തൂത്തു തുടയ്ക്കാൻ ഒരാളെ വെക്കാൻ പോലും ഇന്ന് ശേഷിയില്ല. അയ്യോ, അതെന്ത് പറ്റി? കേസും കോടതിയും, കോടതിയും കേസും ഒക്കെ കടത്തിലായി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞല്ലോ. പിന്നെ വിട്ടുമാറാത്ത ഈ ചുമയും. പറമ്പിലൊക്കെ ധാരാളം കൃഷിയുണ്ടല്ലോ. ഉണ്ട്, പക്ഷെ ഒക്കെ കാണാനേ എനിക്ക് വിധിയുള്ളൂ. പറമ്പ് മുഴുവൻ പാട്ടത്തിന് കൊടുത്തിരിക്കുക. കുട്ടികളെ ഒന്നേ ഉള്ളൂ, മകളാ. അവളുടെ ചികിത്സയ്ക്ക് തന്നെ വേണം മാസാമാസം നല്ലൊരു തുക. കുട്ടിക്ക് എന്താ അസുഖം? ഇന്നതൊന്നില്ല. എന്നാ പിന്നെ ആരോഗ്യമൊന്നുമില്ല. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. സന്തോഷം. അല്ല, മാറിയേക്ക്. കുടിക്കാതെ പോയി തൊലയിട്ടില്ല. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്ന അമ്മാവ? ഒരു അത്യാവശ്യം വന്നപ്പോ അച്ഛനും വേണ്ടി വന്നില്ലേ? അത് പിന്നെ അങ്ങനല്ലേ അച്യുതാ. നിന്റെ അച്ഛന്റെ കൊനഷ്ട ബുദ്ധി സൂത്രപ്പണിയൊക്കെ നിനക്കും കിട്ടാണ്ടിരിക്കുവോ? നീ അപ്പുറത്ത് ചെന്ന് കാപ്പിയും പലഹാരവും എല്ലാം കഴിച്ചിട്ട് പോയാ മതി. ചെല്ലേ. ഓ.